സുഹൃത്തുക്കളെ, പ്രസാദഗിരി പള്ളിയിൽ സമാധാനമുണ്ടാക്കി എന്ന് പറയുന്നു. അവിടുത്തെ പ്രശ്നങ്ങൾ നമുക്കെല്ലാം അറിയാമല്ലോ. അവിടുത്തെ വികാരിയായിരുന്ന ഫാദർ ജെറി പാലത്തിങ്കലിനെ അവിടെ നിന്ന് സ്ഥലം മാറ്റിയെന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞത്. അദ്ദേഹം ഒരു തെറ്റും ചെയ്തിട്ടില്ല. കാരണം ഈ തോമസ് തോട്ടുപുറം എന്ന് പറയുന്ന റിട്ടയർഡായിട്ടുള്ള ഈ 82 വയസ്സായുള്ള പുരോഹിതൻ ഒന്നുമല്ലാത്ത 9:30 മണിക്ക് ഒരു ഇടദിവസം അവിടെ വികാരിയച്ഛൻ്റെ അനുവാദമില്ലാതെ അവിടെ തള്ളിക്കയറി. അദ്ദേഹം കുറേ ഗുണ്ടകളും കൂടി തള്ളിക്കയറി ദിവ്യബലി അർപ്പിക്കുകയായിരുന്നു, സഭയുടെ എല്ലാ ചട്ടങ്ങളും തെറ്റിച്ച്, വികാരിയച്ഛൻ്റെ അനുവാദം കൂടാതെ. ഈ സംഭവം കേട്ടറിഞ്ഞ് ചെന്ന വികാരി ഫാദർ ജെറി പാലത്തിങ്കലച്ഛനെ തോമസ് തോട്ടുകളുടെ ഗുണ്ടകൾ മർദ്ദിച്ച് അവശനാക്കുകയും മുളക് പൊടി പെപ്പർ സ്പ്രേ ചെയ്യുകയും അതിക്രമിക്കുകയും ചെയ്തു. എന്നിട്ട് ശിക്ഷിക്കപ്പെട്ടതാരാണ്? അദ്ദേഹത്തെ അവിടെ നിന്ന് സ്ഥലം മാറ്റി. ഇപ്പോൾ അവിടെ പുതിയ വൈദികനെ നിയമിച്ചു എന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞത്. അതിനോടൊപ്പം തന്നെ പാംപ്ലാനി സ്റ്റൈൽ അവിടെ ഒരു സമാധാന ഫോർമുലയും നടപ്പിലാക്കി. സമാധാന ഫോർമുല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് സീറോ മലബാറിൽ നടക്കുന്ന പതിവ് സംഗതി, ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് കുർബാന. അതായത് കൽദായർക്ക് വേണ്ടി അല്ലെങ്കിൽ കൽദായർ എന്ന് പറയുന്നവർക്ക് വേണ്ടിയിട്ട് ഒരു ഭിത്തി കുർബാന സ്കെഡ്യൂൾഡ് സമയത്ത് ഞായറാഴ്ച, രണ്ടാമത്തെ കുർബാന നമ്മുടെ വിമതർക്ക് വേണ്ടിയിട്ട്, സോ കോൾഡ് വിമതർക്ക് വേണ്ടിയിട്ട് ഒരു ജനാഭിമുഖ കുർബാന. ഇങ്ങനെ 2 കുർബാന വെച്ച് അവിടുത്തെ പ്രശ്നം പരിഹരിക്കാനാണ് ഇദ്ദേഹത്തിൻ്റെ തീരുമാനം, ആരുടെ? പാംപ്ലാനിയുടെ. ഇതിൻ്റെ അകത്ത് എനിക്ക് കൺസേൺ തരുന്നത് അതല്ല. ഈ കുർബാന ഒരെണ്ണം ചെയ്തു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ നടക്കാൻ പോകുന്നത് എന്താണ് എന്ന് നമുക്കറിയാം. അവിടെ കുറേ കൂലിക്കാർ വരും കാണാൻ, ഈ ഭിത്തി കുർബാന കാണാനായിട്ട് അവർ കുറച്ച് കൂലിക്കാരെ കൊണ്ടുവരും, അത്രയേ ഉള്ളൂ. പക്ഷേ അവിടുത്തെ സാധാരണ ഇടവക്കാർ ഏത് കുർബാനയ്ക്കാണ് പോകുന്നത് എന്ന് എല്ലാവർക്കും മനസ്സിലാക്കാവുന്ന ഒരു സംഗതിയാണ്. പക്ഷേ പാംപ്ലാന് വിചാരിക്കുന്നത് പോലെ ഇതങ്ങനെ ഈസിയായിട്ട് ചെയ്യുന്ന പ്രശ്നങ്ങളല്ല. ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്ത് കൊടുത്ത്, ഒരു വിട്ടുവീഴ്ച ചെയ്ത് കൊടുത്ത് ഇവിടുത്തെ ഈ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ പ്രശ്നങ്ങൾ തീർക്കാമെന്ന് പാംപ്ലാന് വെറുതെ സ്വപ്നം കാണണ്ട. ദാറ്റ് ഈസ് നോട്ട് വാട്ട് ഇറ്റ് ഈസ്. ഈ ബാൻഡേഡ് സൊല്യൂഷൻ ഒന്നും ഇവിടെ നടക്കാൻ പോകുന്ന കാര്യമല്ല. ഞാൻ പറഞ്ഞല്ലോ, എനിക്കിതൊന്നുമല്ല കൺസേൺ. എൻ്റെ കൺസേൺ ഇതിനപ്പുറമാണ്. അതായത് അവിടെ ഈ കൽദായ കുർബാന ചെല്ലിക്കുവാൻ അവിടേക്ക് ഇരിങ്ങാലക്കുട രൂപതയിൽ നിന്ന് ഒരു വൈദികനെ ഇറക്കുമതി ചെയ്യുകയാണ് എന്നുള്ളതാണ്. ദാറ്റ് ഈസ് വാട്ട് കൺസേൺസ് മീ. അതായത് എറണാകുളം അതിരൂപതയിൽ ദൈവത്തിൻ്റെ കരുണ കൊണ്ട് വൈദികർക്ക് യാതൊരു ക്ഷാമവുമില്ല. അങ്ങനെ ഇരിക്കുന്ന അവസ്ഥയിൽ അന്യരൂപതയിൽ നിന്നൊരു വൈദികനെ ഇറക്കുമതി ചെയ്ത് ഇവിടെ കൽദായം പ്രസംഗിക്കുവാൻ നമ്മൾ അനുവദിച്ചു കൊടുക്കരുത് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അത് ഒരു ബാഡ് ബിഗിനിങ് ആണ്, ഒരു ബാഡ് ഇനീഷ്യേറ്റീവാണ്. അത് ദൂഷ്യം ചെയ്യും. അവർ പറയുന്നത് ഞാൻ എവിടെയോ വായിച്ചു, 8-10 വൈദികർ അന്യരൂപതകളിൽ നിന്ന് ഇവിടെ സേവനം ചെയ്യുന്നുണ്ട്. അന്യരൂപതകളിൽ നിന്ന് വൈദികർ സേവനം ചെയ്യുന്നതിലല്ല എനിക്ക് ഇഷ്യൂ ഇരിക്കുന്നത്. അങ്ങനെയൊക്കെ നടക്കാറുണ്ട്. മിഷൻ രൂപതകളിലും അവിടെ ഇവിടെയൊക്കെ നടക്കാറുണ്ട്. പല അമേരിക്കൻ പള്ളികളിലും നമ്മുടെ വൈദികർ പോയി സേവനം ചെയ്യുന്നുണ്ട്. അതവിടെ ക്ഷാമമുള്ളതുകൊണ്ടാണ്, അത് വൈദികർക്ക് പിടിയുള്ളതുകൊണ്ടാണ്, അവിടെ വൈദികരെ കിട്ടാനില്ലാത്തതുകൊണ്ടാണ് അങ്ങനെ സേവനം ചെയ്യുന്നത്. അപ്പോൾ ഇവിടുത്തെ സിറ്റുവേഷൻ അതല്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഈ ദുരുദ്ദേശം വെച്ച്, അതായത് കൽദായത്വം നടപ്പിലാക്കുക എന്നുള്ള ഉദ്ദേശം വെച്ച് അന്യരൂപതകളിൽ നിന്ന് ഇവിടെ വൈദികരെ നിയമിക്കുന്നത് അനീതിയാണ്, അന്യായമാണ്. അതിനെതിരെ നമ്മുടെ വൈദികർ ശബ്ദമുയർത്തേണ്ടതാണ്. അഗെയിൻ എനിക്ക് പാംപ്ലാനിയോട് പറയാനുള്ളത്, ഇങ്ങനെയുള്ള സൂത്രപ്പണികൾ കൊണ്ട് മെഴുക് വെച്ച് ഓട്ടയടയ്ക്കാമെന്ന് പാംപ്ലാനി വിചാരിക്കേണ്ട. ദിസ് ഈസ് നോട്ട് ദ റൈറ്റ് സൊല്യൂഷൻ. ഇതൊക്കെ ഏത് പൊട്ടനും ചെയ്യാവുന്ന സൊല്യൂഷനാണ്. ഓക്കെ, ഒരു ബിസ്ക്കറ്റിന് വേണ്ടിയിട്ട് 2 പിള്ളേർ വഴക്ക് കൂടിയുണ്ടെങ്കിൽ ആ ബിസ്ക്കറ്റ് ഓടിച്ച് 2 പേർക്ക് കൊടുക്കാം. കേസ് ക്ലോസ്ഡ്. അത് നമ്മുടെ കാർന്നവന്മാരൊക്കെ ചെയ്യുന്ന സംഗതിയാണത്. ഓക്കെ, അപ്പോൾ അതൊന്നും ഒരു സൊല്യൂഷനായിട്ട് ഇത് പാംപ്ലാനി കണക്കാക്കി അഭിമാനം കൊള്ളേണ്ട ആവശ്യമില്ല. അത് ഇഡിയറ്റ്സിൻ്റെ സൊല്യൂഷനാണ്. ഇഡിയറ്റ്സിൻ്റെ സൊല്യൂഷൻ, ബുദ്ധിയില്ലാത്തതിൻ്റെ, വിദ്യയുടെ സൊല്യൂഷനാണ് അത്. ഓക്കെ, എന്നാൽ നീ ആ കുർബാനയായിക്കോ, നീ ഈ കുർബാനയായിക്കോ. വാട്ട് കൈൻഡ് ഓഫ് സൊല്യൂഷൻ ഈസ് ദാറ്റ്? ഇങ്ങനെയാണ് ഈ 50-50 കുർബാന നിലവിൽ വന്നത്. നിങ്ങൾക്കറിയാമെന്നുണ്ടെങ്കിൽ അന്നത്തെ കാലത്ത് ഈ കൽദായവാദികൾ ഫുൾ 100% കുർബാന വേണമെന്ന് ശാഠ്യം പിടിക്കുകയും നമ്മുടെ എറണാകുളം അതിരൂപത 100 ജനാധിപത്യം വേണമെന്ന് ശാഠ്യം പിടിക്കുകയും ചെയ്തപ്പോഴത്തേക്കും ഒരു സൊല്യൂഷനായിട്ട് അവർ മുമ്പോട്ട് വെച്ചൊരു ഫോർമുലയാണ് 50-50. ആ 50-50 ഫോർമുല അന്ന് വെച്ചിട്ട് എന്തെങ്കിലും സമാധാനം ഈ സഭയിലുണ്ടായോ? ഇല്ലല്ലോ. അപ്പോൾ ആ അനുഭവത്തിൽ നിന്ന് നമ്മൾ പഠിക്കാൻ തയ്യാറാകാതെ ഇങ്ങനെയുള്ള വെറും താൽക്കാലികമായിട്ടുള്ള ബാൻഡേഡ് സൊല്യൂഷൻസ് ഇത് പ്രശ്നങ്ങൾ വീണ്ടും കൂടുതൽ വഷളാക്കുകയേയുള്ളൂ. ഇതൊന്നും മനസ്സിലാക്കാനുള്ള ബുദ്ധിയൊന്നും ഈ പാംപ്ലാനിക്ക് ഇല്ല എന്നുണ്ടോ? എനിക്ക് മനസ്സിലാക്കാൻ വേണ്ടി ചോദിക്കുന്നതാണ്. എനിവേ, ദിസ് ഈസ് ദ സിറ്റുവേഷൻ, കറണ്ട് സിറ്റുവേഷൻ. കേട്ടിരുന്ന എല്ലാവർക്കും നന്ദി.